ഒരമ്മ സ്വന്തം മകനെ കൊലപ്പെടുത്തുക, കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം കത്തിക്കുക. എന്നിട്ടും തീർന്നില്ല ക്രൂരത. കത്തിക്കരിഞ്ഞ ആ മൃതദേഹം പല കഷണങ്ങളായി മുറിച്ചു മാറ്റി. ഈ കൊടും ക്രൂരത നടന്നത് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. സംഭവം നടക്കുന്നത് 2018 ജനുവരി 15 തിങ്കളാഴ്ച രാത്രി 8:30-യോടെയാണ് കൊല്ലം കുണ്ടറ കുരീപ്പള്ളി സെബദിയിൽ ജോബ് ജി ജോൺ വീട്ടിലെത്തിയത്. ഒരു മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനായിരുന്നു അയാൾ എത്തുമ്പോൾ ഭാര്യ ജയമോൾ വീട്ടിലുണ്ടായിരുന്നു. മകൾ ടീന ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു. എന്നാൽ മകൻ ജിത്തു ജോബിനെ അവിടെ കാണാനില്ലായിരുന്നു. കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അവൻ. മോൻ എവിടെ പോയി എന്ന് ജോബ് ഭാര്യയോട് ചോദിച്ചു. മോനെ കുറേ നേരമായി കാണാനില്ല, അവൻ എവിടെ പോയെന്ന് അറിയില്ല എന്നായിരുന്നു ജയമോളുടെ മറുപടി. ജോബിനാകെ വെപ്രാളമായി. അയാൾ അയൽപക്കത്തുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ ഫോണിൽ വിളിച്ച് ജിത്തുവിനെ കണ്ടോ, അവൻ അവിടെയെങ്ങാനും വന്നോ എന്നന്വേഷിച്ചു. പക്ഷെ അവരാരും അവനെ കണ്ടിട്ടില്ല. അവിടെയെങ്ങും അവൻ ചെന്നിട്ടുമില്ല. ആ രാത്രി അങ്ങനെ ഇരുട്ടി വെളുത്തു. പിറ്റേന്ന് ജോബ് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നാട്ടുകാരും ബന്ധുക്കളും പോലീസുമൊക്കെ നാലുപാടും ജിത്തുവിനെ അന്വേഷിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെ അവർ പത്രത്തിൽ പരസ്യം കൊടുത്തു. എന്നിട്ടും ഫലമുണ്ടായില്ല. ഇതിനിടയിൽ സമീപത്തുള്ള വാഴത്തോട്ടത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ ചില മൃതദേഹ ഭാഗങ്ങൾ കണ്ടുകിട്ടി. വീടിനടുത്തുള്ള വാഴത്തോട്ടത്തിൽ കാക്കകൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ട് അവിടം പരിശോധിച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ജിത്തുവിൻ്റെ മൃതദേഹം കണ്ടത്. അതിനടുത്ത് ഒരു വെട്ടുകത്തിയും കിടപ്പുണ്ടായിരുന്നു. ആ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൻ്റെ കഴുത്തും 2 കൈകളും കാലുകളും വെട്ടേറ്റ നിലയിലും കാൽപാദം വെട്ടി മാറ്റിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ഒരു കാലിൻ്റെ മുട്ടിനു താഴെ വെട്ടി നുറുക്കിയിട്ടുണ്ടായിരുന്നു. മുഖം കരിഞ്ഞ് വികൃതമായ നിലയിലുമായിരുന്നു. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി. എന്നാൽ പോലീസ് നായ വീടിനടുത്ത് റോഡ് വരെ ചെന്നിട്ട് തിരികെ പോയി. ചാത്തന്നൂർ CI അജയ്നാഥും സംഘവും ജോബിൻ്റെ വീട്ടിലെത്തി. എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ജോബിൻ്റെ ഭാര്യ, അതായത് ജിത്തുവിൻ്റെ അമ്മ ജയമോളുടെ ഊഴമെത്തി. ജയമോളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. മകനെ കാണാതായതിലുള്ള ആശങ്കയോ വിഷമമോ ഒന്നും കാര്യമായി അവരുടെ മുഖത്തില്ലായിരുന്നു. CIയുടെ ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ജയമോൾ പറഞ്ഞത്. 3 മണിക്കൂറോളം ജയമോളെ പോലീസ് ചോദ്യം ചെയ്തു. വീടും പരിസരവുമൊക്കെ വിശദമായി തന്നെ CIയും സംഘവും പരിശോധിച്ചു. ആ പരിശോധനയ്ക്കിടയിൽ വീടിൻ്റെ മതിലിനോട് ചേർന്ന ഭാഗത്ത് ജിത്തുവിൻ്റെ ചെരുപ്പുകൾ കണ്ടെത്തി. അതുമാത്രമല്ല, വീടിനടുത്ത് എന്തോ കത്തിച്ചതിൻ്റെയും അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തി. CI ചോദ്യം ചെയ്യുന്നതിനിടയിൽ ജയമോളുടെ കയ്യിൽ ഒരു പൊള്ളലേറ്റ പാട് കണ്ടു. ആ പൊള്ളലിന് അധികം പഴക്കമുണ്ടായിരുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ പൊള്ളിയ പാട് പോലെയായിരുന്നു അത്. ഇതെന്തു പറ്റിയതാണ്? ഇതെങ്ങനെയാണ് നിങ്ങളുടെ കൈ പൊള്ളിയത് എന്ന് CI ജയമോളോട് ചോദിച്ചു. ചിരട്ട കത്തിച്ചപ്പോൾ പൊള്ളിയതാണ് എന്നായിരുന്നു ജയമോളുടെ മറുപടി. അതോടെ പോലീസ് ഉറപ്പിച്ചു, ജിത്തുവിൻ്റെ കൊലയാളി സ്വന്തം പെറ്റമ്മ തന്നെയാണ്. പോലീസ് ജയമോളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ പരവൂർ കോടതിയിൽ ഹാജരാക്കി. കോടതിയിലെത്തിയപ്പോൾ ജയമോൾ അവിടെ മയങ്ങി വീണു. വെള്ളം കൊടുത്തതോടെ വീണ്ടും ബോധം സാധാരണ നിലയിലായി. അത് കഴിഞ്ഞ് പ്രതിക്കൂട്ടിൽ കയറ്റിയപ്പോഴും ഇവർ കുഴഞ്ഞു വീണു. അതോടെ മജിസ്ട്രേറ്റിനടുത്ത് ബെഞ്ച് ഹാളിലെ കസേരയിലിരുത്തി. വല്ലതും പറയാനുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്, മറ്റാരും കൂട്ടിനില്ലായിരുന്നു എന്നായിരുന്നു ജയമോൾ പറഞ്ഞത്. ആശുപത്രിയിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പോലീസുകാരൻ കാൽവെള്ളയിൽ 7 തവണ അടിച്ചു, പക്ഷേ പരാതിയില്ല എന്നായിരുന്നു ഉത്തരം. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ്റെയും കോടതിയുടെ പരിസരത്തും തടിച്ചുകൂടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ അവളെ കൂക്കി വിളിച്ചു. ചിലർ അവൾക്ക് നേരെ ചീമുട്ടയെറിഞ്ഞു. എന്നാൽ അവൾക്ക് യാതൊരു കൂസലോ മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസമോ ഇല്ലായിരുന്നു. പോലീസുകാർ വാങ്ങിക്കൊടുത്ത ഭക്ഷണം യാതൊരു മടിയും കൂടാതെ കഴിക്കുകയും ചെയ്തു. തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ ആളുകൾ പ്രകോപിതരായി. ജയമോളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നിർവികാരനായി ജോബ് അവിടെ ഒരു അറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ജയമോൾക്ക് യാതൊരു കൂസലും ഉണ്ടായില്ല. അവൾ ആരെയും നോക്കാതെ നേരെ നടന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിലെ സ്ലാബിലിരുന്ന മകനെ താഴേക്ക് തള്ളിയിട്ടതും പിന്നീട് കഴുത്തിൽ ഷോളിട്ട് മുറുക്കിയതുമൊക്കെ അവൾ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് അവൾ നടന്നത് അടുക്കളയുടെ പിൻഭാഗത്തേക്കാണ്. കഴുത്തു ഞെരിച്ച ഷോളും തറ വൃത്തിയാക്കിയ തുണിയും കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ക്രൂരയായ ആ അമ്മയുടെ മുഖത്ത് കുറച്ചെങ്കിലും ദുഃഖം കണ്ടത്. അത് കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കൂട്ടത്തിൻ്റെ കൂക്കുവിളികളൊന്നും അവളെ ബാധിച്ചതേയില്ല. പിന്നീട് അവൾ പോലീസിനെയും കൂട്ടി നടന്നത് ജിത്തുവിനെ കത്തിച്ച വാഴത്തോട്ടത്തിലേക്കായിരുന്നു. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിയതുകൊണ്ട് തീ കത്തുന്നത് കണ്ടപ്പോൾ ആർക്കും സംശയം തോന്നിയില്ലെന്ന് അവൾ പോലീസിനോട് പറഞ്ഞു. വീടിൻ്റെ പിന്നിലെ അരമതിലിൽ നിന്ന് മകൻ്റെ മൃതദേഹം അപ്പുറത്തെ പുരയിടത്തിലേക്ക് ഇട്ട ശേഷം അതിൽ ചാടിക്കടന്ന് താൻ അപ്പുറത്തെത്തിയെന്നായിരുന്നു ജയമോളുടെ മൊഴി. എന്നാൽ ഇത് വിശ്വസിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് എങ്ങനെയാണ് താൻ മതിൽ ചാടിക്കടന്നതെന്ന് അവൾ പോലീസിന് കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പ് കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിന് നേരെ ആളുകൾ കല്ലെറിഞ്ഞു.
ജയ്മോൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു മകൾ ടീനയുടെ മൊഴി. ജിത്തുവിൻ്റെ സ്നേഹം ഇല്ലാതാകുമെന്ന് അവർ ഭയന്നിരുന്നു എന്നും അവൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നാൽ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കുമെന്നും മകൾ പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചികിത്സിക്കാതെ തന്നെ അവർ പഴയ നിലയിലേക്ക് തിരികെ എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. പലപ്പോഴും ജയമോൾ അക്രമാസക്തയാകാറുണ്ടായിരുന്നു. ജയമോൾ കൊല നടത്തിയ രീതിയും കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിൽ കാണിച്ച ക്രൂരതയുമാണ് അവരുടെ മാനസിക നിലയെക്കുറിച്ചുള്ള സംശയമുണ്ടാക്കിയത്. ഭർത്താവ് ജോബിൻ്റെ വീട്ടുകാരുമായി ജയ്മോൾക്ക് സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ജിത്തു അന്ന് അച്ഛൻ ജോബിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. വൈകുന്നേരത്തോടെ അവൻ തിരിച്ചെത്തുകയും ചെയ്തു. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് ജയമോൾ മകനെ വിലക്കിയിരുന്നു. എന്നാൽ ആ വിലക്ക് വകവയ്ക്കാതെയാണ് ജിത്തു പോയത്. അച്ഛൻ്റെ വീട്ടുകാർ നമുക്ക് തരുന്ന ഓഹരിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ജയമോൾ തിരിച്ചു വന്ന ജിത്തുവിനോട് ചോദിച്ചു. പക്ഷേ അവൻ പറഞ്ഞ മറുപടി ജയമോളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഒരു സ്വത്തും തരില്ല എന്നാണ് അമ്മൂമ്മ പറഞ്ഞത് എന്നായിരുന്നു അവൻ്റെ മറുപടി. ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ കഴിയാതായ ജയമോൾ അടുക്കളയിലെ സ്ലാബിന് മുകളിൽ ഇരിക്കുകയായിരുന്ന ജിത്തുവിനെ തള്ളി താഴെയിട്ടു. അവൻ തലയിടിച്ച് താഴേക്ക് വീണു. എന്നിട്ടും കലിയടങ്ങാതെ ജയമോൾ അവൻ്റെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി. മകൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ട് പോലും ആ അമ്മയുടെ മനസ്സലിഞ്ഞില്ല. അവൻ്റെ ശരീരം പതിയെ പതിയെ നിശ്ചലമായി. എന്നിട്ടും ജയമോളുടെ കലിയടങ്ങിയില്ല. അവൾ വെട്ടുകത്തിയെടുത്ത് ജിത്തുവിൻ്റെ കഴുത്തിൽ വെട്ടി. പിന്നീട് അവൻ്റെ മൃതദേഹം വലിച്ചൊഴിച്ച് വീടിൻ്റെ പിന്നിൽ മതിലിനോട് ചേർന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി. വീട്ടിലുണ്ടായിരുന്ന വിറകും തുണ്ടും ചിരട്ടയും ഒക്കെ കൂട്ടിയിട്ട് ജിത്തുവിൻ്റെ മൃതദേഹം കത്തിച്ചു. അരമണിക്കൂറോളം ആ മൃതദേഹം അവിടെ കിടന്ന് കത്തി. പിന്നീട് കത്തിക്കരിഞ്ഞ മൃതദേഹം അടുത്ത പറമ്പിലേക്ക് മാറ്റാനായി എടുത്തു. അപ്പോഴേക്കും ഏതാണ്ട് കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ നിന്ന് കയ്യിലെയും കാലിലെയും മാംസഭാഗങ്ങളും എല്ലുകളുമൊക്കെ താഴേക്ക് അടർന്നു വീണു. അതോടെ ജയമോൾ വീണ്ടും അവശേഷിച്ച മൃതദേഹ ഭാഗങ്ങൾ കത്തിച്ചു. പിന്നീട് അധികം ഉയരമില്ലാത്ത മതിലിന് മുകളിൽ കൂടി മൃതദേഹം പറമ്പിലെ വാഴക്കൂട്ടത്തിനിടയിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മതിൽ ചാടിക്കടന്ന് വീട്ടിലേക്ക് പോയി. അടുത്ത 2 ദിവസങ്ങളിലും ജയമോൾ ഈ മൃതദേഹ അവശിഷ്ടത്തിനടുത്ത് വന്ന് അത് പരിശോധിച്ചു. അപ്പോഴൊക്കെ ആളുകൾ ജിത്തുവിനെ തിരക്കി പല സ്ഥലങ്ങളിൽ നടക്കുകയായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇങ്ങനെയാണ്. എന്നാൽ മകനെ കൊല്ലാനുള്ള കാരണം സ്വത്ത് തർക്കമല്ലെന്നായിരുന്നു ജോബിൻ്റെ അച്ഛൻ്റെ നിലപാട്. മക്കളുമായി ജോബിൻ്റെ അച്ഛനമ്മമാർക്ക് സ്വത്ത് തർക്കമൊന്നുമില്ലായിരുന്നു. സ്വത്തുക്കളെല്ലാം മകൻ ജോബിൻ്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നതും. ജോബോ ജയമോളോ സ്വത്തുക്കളൊന്നും ഇതുവരെ ആവശ്യപ്പെട്ടിരുന്നതുമില്ല. ജയമോൾക്ക് മുമ്പെങ്ങും മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു താനും. നാട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു ജിത്തു. പള്ളിയിലെ സൺഡേസ് ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന അവന് പുരോഹിതനാകാനായിരുന്നു ഇഷ്ടം. ദൈവിക കാര്യങ്ങളിൽ അവന് പ്രായത്തിൽ കവിഞ്ഞ അറിവുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ദിവസം കുരിപ്പള്ളിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിലും അവൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം കൂട്ടുകാരോടൊപ്പം കുറച്ചുനേരം കളിച്ചു. പിന്നീടാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോയത്. മകൻ കൊല്ലപ്പെടുക, അതും സ്വന്തം അമ്മയുടെ കൈകൊണ്ട്, അതിക്രൂരമായി. മൃതദേഹത്തോട് പോലും ക്രൂരത കാണിച്ച ആ അമ്മയുടെ ക്രൂരത സമാനതകളില്ലാത്തതാണ്.